ഗതികേടിലാണ് തൊടുപുഴയിലെ പന്നിമറ്റത്തെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എന്ന് തന്നെ പറയാം. 2.5 വർഷം മുൻപ് ബലക്ഷയത്തെ തുടർന്ന് അങ്കണവാടി മാറ്റിയെങ്കിലും പുതുതായി കണ്ടെത്തിയ സ്ഥലത്ത് കെട്ടിടം പണിയാൻ കഴിയില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. സമീപവാസി വിലയ്ക്ക് വാങ്ങിയ സ്ഥലം കാലങ്ങളായി വെറുതെ കിടക്കുകയാണ്. അപ്പോഴും താൽക്കാലികമായി പ്രവർത്തിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിൽ കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾ ഭയപ്പെടുന്നു. ഇതാണ് തൊടുപുഴ പന്നിമറ്റം കുറുവക്കയം അങ്കണവാടി കെട്ടിടം. താരതമ്യേന മെച്ചപ്പെട്ട കെട്ടിടമാണെങ്കിൽ പോലും ഇവിടെ വിദ്യാർത്ഥികളെ അയക്കാൻ രക്ഷിതാക്കൾക്ക് പേടിയാണ്. അതിൻ്റെ കാരണം കാട് മൂടിക്കിടക്കുന്ന ഈ പരിസരം മാത്രമല്ല. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മിനി വ്യവസായ കേന്ദ്രമാണ് അങ്കണവാടി കെട്ടിടമായി ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പ്രദേശം. ചെറുകിട വ്യവസായങ്ങൾക്കും സംരംഭങ്ങൾക്കുമായി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചതാണ് ഈ കെട്ടിടങ്ങൾ. അങ്കണവാടിയുടെ തൊട്ടടുത്ത് കുടുംബശ്രീയുടെ ബാംബു പ്രോജക്റ്റ് യൂണിറ്റ് ഉണ്ട്. സമീപവാസികളുടെ വാഹനം കൊണ്ടുവന്ന് നിർത്തുന്നതും ഇതേ അങ്കണവാടിയുടെ അങ്കണത്തിൽ തന്നെ. പോരാത്തതിന് പരിസരമാകെ കാട് മൂടിയ അവസ്ഥ. കുട്ടികളിപ്പോൾ ഈ വർഷം കുറവാണ്. കഴിഞ്ഞ വർഷം 8 കുട്ടികൾ LKGയിലേക്ക് ഈ പ്രാവശ്യം പോയായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ കിടക്കണോണ്ട് ആൾക്കാർക്കൊരു പേടി പോലെയുണ്ട്. പിള്ളേർ വിടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സ്ഥാപനമൊക്കെ പ്രവർത്തിക്കണോണ്ടേ അങ്ങനെ ഒരു ഇതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 8 പിള്ളേർ, അതിന് മുമ്പ് 10, 12 അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ പ്രാവശ്യം ന്യൂ അഡ്മിഷൻ 4 പേരേ ഉള്ളൂ. സ്ഥലം 2 വർഷമായി മേടിച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. MB ഫണ്ട് അനുവദിച്ചു, ഉടനെ പണിയുമെന്നാണ് കഴിഞ്ഞ ദിവസവും കൂടെ പ്രവേശനോത്സവത്തിന് വന്നപ്പോഴും കൂടെ നമ്മുടെ അടുത്ത് അവർ പറഞ്ഞത്. 2.5 വർഷം മുമ്പ് സ്വന്തമായ ഒരു കെട്ടിടമുണ്ടായിരുന്ന കുറുവക്കയം അങ്കണവാടിക്ക് ബലക്ഷയം നിമിത്തം അവിടെ നിന്ന് മാറേണ്ടി വന്നു. തൊട്ടു പിന്നാലെ സമീപത്ത് തന്നെ സ്വകാര്യ വ്യക്തി 10 സെന്റ് സ്ഥലം വാങ്ങി അങ്കണവാടിക്ക് നൽകുകയും ചെയ്തു. എന്നാൽ അങ്കണവാടിയുടെ നിർമ്മാണം പൂർത്തിയായില്ല. തുടങ്ങാൻ പോലും സാധിച്ചില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. മിനി വ്യവസായ കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏവർക്കും മനസ്സിലാകും. ഈ സാഹചര്യം എത്രയും വേഗം മാറ്റി സുരക്ഷിതമായ അന്തരീക്ഷത്തിലേക്ക് ഈ അങ്കണവാടി സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. വ്യവസായശാലകൾ പ്രവർത്തിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ പൊടിശല്യം രൂക്ഷമാണ്. ഇതിനു പുറമെയാണ് കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ജീവികളുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയവും. സുരക്ഷിതമല്ലാത്ത ഒരിടത്തേക്ക് കുട്ടികളെ വിടാൻ ഭയമാണ് എന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മറ്റു പലരും പല അങ്കണവാടികളും തേടിപ്പോയി. നിലവിലുള്ളത് 5 കുട്ടികൾ മാത്രമാണ്. 15-ലേറെ കുട്ടികൾ പഠിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ വിരലിൽ എണ്ണാവുന്നവരിലേക്ക് ഈ സംഖ്യ മാറിയത്. തൊടുപുഴ നഗരത്തിൻ്റെ സമീപ പ്രദേശമാണ് എങ്കിൽ പോലും താരതമ്യേന വരുമാനം കുറഞ്ഞ മേഖലയാണ് വെള്ളിയാമറ്റം. സ്വന്തമായി ഭൂമി ഉണ്ടായിട്ടും വെള്ളിയാമറ്റം പഞ്ചായത്ത് കെട്ടിടം പണിയാൻ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എത്രയും പെട്ടെന്ന് ബാലവാടി പണിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ സ്ഥലം വ്യക്തി മേടിച്ചു കൊടുത്തത്. ഇപ്പം നിലവിൽ 2.5 വർഷക്കാലമായി ഈ ബാലവാടി നിലവിൽ പണിതിട്ടുമില്ല, അതിനുള്ള ഫണ്ടും സ്വരൂപിച്ചിട്ടില്ല. ഇപ്പം നിലവിൽ അനാസ്ഥയാണ്. പഴയ അങ്കണവാടിയും ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലാണ്. അതേസമയം പഞ്ചായത്തിനും വ്യക്തമായ മറുപടിയുണ്ട്. പുതിയ സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും അതിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയായത് 9 മാസങ്ങൾക്ക് മുമ്പാണ് എന്നാണ് വാർഡ് മെമ്പർ പറയുന്നത്. പുതിയ സ്ഥലം കണ്ടെത്തിയെങ്കിലും പഞ്ചായത്തിന് തനത് ഫണ്ടില്ല. പ്രദേശത്തു നിന്ന് ലഭിക്കുന്ന ചെറിയ ടാക്സ് മാത്രമാണ് ഏക വരുമാനം. ഇതിന് പിന്നാലെ ഇടുക്കി MPയോടും MLAയോടും സഹായം ചോദിച്ചെങ്കിലും ഇതുവരെ ലഭ്യമായിട്ടില്ല. കാരണങ്ങൾ പറഞ്ഞ് കൈയൊഴിയാൻ ഒരുപാട് അവസരമുണ്ട്. എങ്കിലും ഒരു നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും സുരക്ഷിതത്വത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ തല ഉയർത്തി തന്നെ നിൽക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ശിശുക്ഷേമ വകുപ്പിൻ്റെയും കടുംപിടുത്തങ്ങൾ ഒഴിവാക്കി കുട്ടികൾക്ക് സുരക്ഷിതമായ മറ്റൊരു സ്ഥലം ലഭിക്കാനുള്ള സൗകര്യമെങ്കിലും ചെയ്തു തരണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. 24 തൊടുപുഴ. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ കൈകഴുകി പോവുക, അതല്ലല്ലോ ഈ പ്രശ്നത്തിൽ വേണ്ടത്. കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ്. ഏവരും വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അതിൽ ഇടപെടാൻ അധികൃതർ മടിക്കുന്നത് എന്നതാണ് സംശയം. മഴക്കാലമാണ്, അത് പ്രത്യേകിച്ചും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ദുരിതം, അവിടുത്തെ ആശങ്കകൾ അത് കൂടി വരികയും ചെയ്യുന്നുണ്ട്.